എങ്ങനെയുണ്ടായിരുന്നു? ആക്ച്വലി നല്ല സിനിമയാണ്. ഒരു ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് സ്റ്റോറിയാണ്. പിന്നെ എല്ലാവരുടെയും പെർഫോമൻസ് നല്ലതാണ്. മ്യൂസിക് നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട്. ഡയറക്ടർ നന്നായിട്ട് ഓൾ ഇൻ ഓൾ ഇറ്റ്സ് എ ഗുഡ് മൂവി. ശീതൽ എങ്ങനെയുണ്ടായിരുന്നു? കോഴ്സ് നല്ലതായിരിക്കും. ധ്യാൻചേട്ടനും ലുക്മാനും ഫസ്റ്റ് കോമ്പിനേഷൻ എങ്ങനെയുണ്ടായിരുന്നു? നല്ല കോമ്പിനേഷനാണ്. നല്ല ഫൈറ്റ് സീക്വൻസ് എടുത്തിട്ടുണ്ട്. സോ ഫൈറ്റും ബീജും മാച്ച് ആകുമ്പോഴത്തേക്കും ഒരു ഉഗ്രൻ കോമ്പിനേഷനാണ്. സോ ഇറ്റ്സ് ആക്ച്വലി നൈസ്. കോമഡിയൊക്കെ വർക്കാവും. കോമഡി ഞാൻ പറഞ്ഞില്ലെങ്കിൽ ഭയങ്കരമായിട്ട് വർക്കായിട്ടുള്ളൊരു സബ്ജക്റ്റാണ്. എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു പടമാണ്. അത് ഫാമിലി ആയിട്ട് വന്ന് കാണേണ്ട ഒരു ഫിലിമാണ്. ഡെഫിനറ്റ്ലി നിങ്ങൾ കണ്ട് നിങ്ങൾ അഭിപ്രായം പറയണം. ഇഷ്ടപ്പെട്ടെന്ന് പറയണം. അല്ലെങ്കിൽ എന്തെങ്കിലും കുറവുകളുണ്ടെങ്കിലും അത് നിങ്ങൾ പറയണം. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. എല്ലാവരും നല്ലോണം റിയാക്ട് ചെയ്യുന്നു. എക്സ്പെക്ട് ചെയ്ത സ്വല്പം ചിത്രം ഭയങ്കര ഒരു കോമഡി ചിത്രമാണോ അതോ ഫാമിലി? എലമെന്റ്സ് ഉണ്ട്. പർട്ടിക്കുലർലി കോമഡി അല്ല. ധ്യാൻ്റെ ഫെയറായിട്ടാണ് ഞാൻ അപേക്ഷിച്ചത്. എൻ്റെ ധ്യാൻ്റെ സീൻസ് കുറച്ചതായിട്ട് മൂവീസ് ഉണ്ടാവും. ബട്ട് ഇറ്റ്സ് മോർ ഓഫ് ഡ്രാമ, റൊമാൻസ് ഉണ്ട്, ഫൈറ്റ് ഉണ്ട്. വളരെ ചിരിപ്പിക്കുകയാണ്. ലവ് ടുഡേക്ക് ശേഷം ഒരു ഫുൾ ആൻഡ് ഔട്ട് ഒരു കോമഡിയൊക്കെ വരുന്ന ഒരു ക്യാരക്ടറാണല്ലോ ചെയ്യുന്നത്. ഇപ്പോൾ ആസാദി വരുമ്പോൾ ലൈക്ക് എന്നാലും കുറച്ച് കോമഡിയൊക്കെ ഉള്ളൊരു ക്യാരക്ടർ. എങ്ങനെയുണ്ടായിരുന്നു ഒരു എക്സ്പീരിയൻസ് അഭിനയിക്കുമ്പോൾ? നല്ല എക്സ്പീരിയൻസ്. അപ്പോസ് എനിക്ക് പേഴ്സണലി അറിയാം. അടിക്കാനുള്ള അമ്മ അപ്ഡേഷൻസ് വിശ്വാസം ധ്യാൻ്റെ കൂടെ നല്ല കോമ്പിനേഷൻസ് ഉണ്ടായിരുന്നു. ഞാൻ ലോട്ട് ഓഫ് ഫോട്ടോസ് നല്ല ഓവറോൾ ഗുഡ് എക്സ്പീരിയൻസ്. അവിടെ വേറൊരു കഥ അത് റിലേറ്റഡ് ആയിട്ടുള്ള ക്രിസ്റ്റും കോമഡീസും അതാണ് മെയിൻ സംഭവം. ഫൈറ്റ് സീക്വൻസ് നൈസ് ഉണ്ടായിരുന്നു. പെർഫോമൻസ് ഒക്കെ കോമഡിയാണ്. ഞാൻ കുറച്ച് കോമഡി കുറച്ച് സീരിയസ് പടം മൊത്തത്തിൽ എങ്ങനെയാണ്? ത്രില്ലറാണോ? ഏത് ജോണ്ടർ കൊടുത്തപ്പോൾ ഒരു കഥയുണ്ട്. വളരെ റിലേറ്റഡ് ആയിട്ടുള്ള കഥ. വളരെ വഴി എല്ലാവരും കാട്ടുന്ന രീതിയിൽ അവസാനം ഫൈറ്റ് സീക്വൻസ് നല്ല രസമുണ്ടായിരുന്നു. പ്രത്യേക ടൈപ്പ് സ്റ്റോറിയുടെ സാർ ധ്യാൻ്റെ ഒക്കെ പെർഫോമൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? ധ്യാൻ ശ്രീനിവാസന്റെ പെർഫോമൻസ് പക്ക കോമഡിയാണോ? കോമഡി ഉണ്ട്. അത് കഴിഞ്ഞ് സീരിയസ് ആയി ഫാമിലി ആയിട്ടിരുന്നാണോ? ഇമോഷണലാണോ? ഇമോഷണൽ തോന്നിയില്ല. ഇമോഷണൽ പടം നല്ല ഇഷ്ടമായി. എങ്ങനെയുണ്ടായിരുന്നു? അത് മാത്രമേ ഉള്ളൂ. എങ്ങനെയുണ്ടായിരുന്നു പടം? എങ്ങനെയുണ്ടായിരുന്നു? കേൾക്കത്തില്ല. എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടു. ലുക്മാനാണ് ഇഷ്ടപ്പെട്ടത്? ധ്യാൻ്റെ ഏതാണ് ഇഷ്ടപ്പെട്ടത്? കോമ്പിനേഷൻ അടിപൊളിയാണ്. ത്രെഡ് നല്ല രസമുണ്ട്. വളരെ ചുറ്റിപ്പറ്റിയിട്ടാണ്. എല്ലാവരുടെയും റോൾ ഭയങ്കര സ്പെസിഫൈഡ് ആണ്. വളരെ കറക്റ്റായിട്ടൊരു ആക്യുറസി ഉണ്ട് എല്ലാ കാര്യത്തിലും. എല്ലാവർക്കും അവരവരുടെ സ്ഥാനം കൊടുത്തിട്ടുണ്ട്. എല്ലാ രീതിയിലും എല്ലാ മേഖലയിലും ഉണ്ടായിട്ടുണ്ട്. നമ്മൾ ഇതുവരെ കാണുന്ന ഒരു ധ്യാൻ ശ്രീനിവാസനെയാണോ ഇതിൽ കാണാൻ? പോയി കണ്ടാൽ തന്നെ അറിയുള്ളൂ ആരാളൊക്കെ ആരാളില്ല. ചിരി നടത്തവും വീടിയും ഒക്കെ ഭയങ്കര മാസമായിട്ട്. കോമ്പിനേഷൻ സീൻസ് ഒക്കെ ഇഷ്ടം. കോമ്പിനേഷൻ എങ്ങനെയുണ്ടായിരുന്നു? ലുക്മാൻ ധ്യാൻ കോമ്പിനേഷൻ എല്ലാ റേഞ്ചും അവർ പിടിക്കുന്നുണ്ട്. കുറച്ച് നേരം സ്നേഹമുണ്ട്, കുറച്ച് നേരം ഇരിക്കുന്നുണ്ട്, കുറച്ച് നേരം പക്ക ഫൈറ്റുണ്ട്. ലാസ്റ്റ് ഫൈറ്റിലൊക്കെ എനിക്ക് വേറെ നല്ല സിനിമയായിരുന്നു. ഞാൻ ചെറിയ റോള് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും പോയി കാണാം. വേറെ നന്നായിട്ട് ഫൈറ്റ് ഒക്കെ ഉണ്ടായിരുന്നു. അത് അതിൽ കയറിയ കുറച്ച് വെറൈറ്റി ഫൈറ്റ് ഒക്കെ ഉണ്ട്. അപ്പോൾ അത് കയറി കണ്ടാൽ അടിപൊളിയാണ്. നല്ല പടമാണ്. നമ്മൾ ചെറിയൊരു ക്യാരക്ടർ ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും പോയി കാണാം. പടം കണ്ടിട്ട് എങ്ങനെ തോന്നി? അടിപൊളി ആക്ഷൻസ് ഒക്കെ അടിപൊളിയായിട്ട് നെഗറ്റീവ് ക്യാരക്ടറാണ് വരുന്നത്. കോമ്പിനേഷനൊക്കെ എങ്ങനെയുണ്ടാവും വർക്ക് കണ്ടിട്ട്? ഫൈറ്റ് സീനൊക്കെ ലുക്മാൻ ധ്യാൻ ഇപ്പോൾ ഫസ്റ്റ് കോമ്പിനേഷൻ അല്ല. അപ്പോൾ ഒരുപാട് എക്സ്പെക്ടേഷൻ ഉണ്ട്. അപ്പോൾ അത് കാണണം ഉണ്ട്. ശീതളിലേക്ക് എങ്ങനെ ഉണ്ടായിരുന്നു? ധ്യാൻ ലുക്മാൻ കോംബോ ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? നന്നായിട്ടുണ്ട്. അവർ ഞാൻ ആദ്യമായിട്ടാണല്ലോ അവരുടെ കോമ്പോ വരുന്നത്. പ്രത്യേകിച്ച് ഞാൻ ചെയ്യുന്ന നെഗറ്റീവ് ക്യാരക്ടർ ഭയങ്കര നന്നായിട്ടുണ്ട്. ഇതുവരെയുള്ള ഒരു ധ്യാനാണ് ഇപ്പോഴും കാണുന്നത് തിയേറ്ററിലാണ്. ഞാൻ ചെയ്യുന്ന ഇതുവരെ നെഗറ്റീവ് തന്നെയാണ്. ക്യാരക്ടർ നെഗറ്റീവ് ക്യാരക്ടറാണ്, പക്ഷെ അത് നന്നായിട്ട് പെർഫോം ചെയ്തു. ഫൈറ്റ് സീക്വൻസ് എങ്ങനെയുണ്ടായിരുന്നു? ഫൈറ്റ് ബാക്ക്ഗ്രൗണ്ട് സ്കോർ ടോട്ടൽ മേക്കിങ് ഭയങ്കര രസമാണ്. ഞാൻ പറഞ്ഞത് ഭയങ്കര വൃത്തികേടായിരുന്നു. മലയാള സിനിമ നല്ല നല്ല മാറ്റങ്ങളോട് എഴുതി വന്നൊരു പടം. നിങ്ങളെല്ലാം തിയേറ്ററിൽ വാച്ചില്ലായിരിക്കും. നല്ല പടമാണ്. എന്തായാലും നിങ്ങളുടെ സമയം വേസ്റ്റ് ആവത്തില്ല, പൈസ വേസ്റ്റ് ആവത്തില്ല. ഭയങ്കര സന്തോഷം. എല്ലാവരും ഭയങ്കര നല്ല അഭിപ്രായം പറയുമ്പോൾ ഭയങ്കര സന്തോഷം ഫീൽ ചെയ്യുന്നുണ്ട്. എക്സൈറ്റ്മെൻറ്റ് മാറിയിട്ടില്ല. ടെൻഷനുണ്ട് ഭയങ്കര. ഇനി ആൾക്കാരെങ്ങനെ എടുക്കും, ഇനി അടുത്ത പരിപാടികളൊക്കെ ഷോസ് എങ്ങനെ വരിക,
കുക്കുവാണ്, ധ്യാനാണ്. പ്രത്യേകിച്ച് ഭയങ്കര സ്റ്റാർ കാസ്റ്റുകളൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ തിയേറ്ററിലേക്ക് ഇനി മൗത്ത് പബ്ലിസിറ്റിയിൽ വേണം പടം എത്താൻ വേണ്ടിയിട്ട് എന്ന് ഞാൻ വിചാരിക്കുന്ന ആൾക്കാരിലേക്ക്. അങ്ങനെ എത്തിയിട്ട് പടം നല്ല രീതിക്ക് ഓടട്ടെ. എക്സൈറ്റ്മെൻറ്റ് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഓൾ ദ വെരി ബെസ്റ്റ്. എങ്ങനെയുണ്ടായിരുന്നു നമ്മൾ കണ്ടിട്ട്? നല്ല സിനിമയാണ്. എല്ലാത്തരം സിനിമകളും നല്ലതാണെങ്കിൽ തിയേറ്ററിൽ തന്നെ വന്ന് പ്രേക്ഷകർ കാണുന്നത് സ്വീകരിക്കുന്നുമുണ്ട്. പലരും തിയേറ്ററിൽ തന്നെ വന്ന് കാണട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ്. ഇപ്പോൾ സംസാരിച്ച ചെറിയ ഇടയിൽ നിന്നൊക്കെ ബ്യൂട്ടിഫുള്ളായിട്ട് ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഒരു സിനിമയാണ്. എല്ലാവരും തിയേറ്ററിൽ നിന്ന് കാണുന്നത്. ലുക്മാൻ ധ്യാൻ കോമ്പിനേഷനൊക്കെ എങ്ങനെയുണ്ടായിരുന്നു? അതൊരു ഒന്നും പറയുന്നില്ല. എല്ലാവരും നന്നായിട്ട് തന്നെ അവരുടെ പങ്കുകൾ ഫോം ചെയ്തിട്ടുണ്ട്. സീനിയർ ആർട്ടിസ്റ്റുകൾ നന്നായിട്ട് കോംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൽ വരെ പാട്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. തോന്നുന്നു രവീണ മറ്റേ ഒരു വേറെ നായിക ഒരു പുതുമുഖമാണെന്ന് തോന്നി അവരും അവരുടെ പാർട്സ് എല്ലാം നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. നന്നായി വന്നിട്ടുണ്ട്. എല്ലാ പോർഷൻസും ഡെവലപ്ഷൻ ആണെങ്കിലും എഡിറ്റിംഗ് ആണെങ്കിലും സൗണ്ട് ആണെങ്കിലും എല്ലാം നല്ല കോമ്പിനേഷൻ ആയിട്ടുണ്ട്. ഏതായാലും ഒരു മസ്റ്റ് വാച്ചായിരുന്നു. റിലാക്സ് ചെയ്ത് വാച്ച് തിയേറ്ററിൽ കാണാൻ സാധിക്കുന്ന ഒരു സിനിമയാണ്. OTT-യിലേക്ക് വെക്കാൻ എല്ലാവരും തിയേറ്ററിൽ